Good morning, students. Today we are going to study about Indulekha, written by O. Chandu Menon from Readings on Kerala. ഒയ്യാരത്ത് ചന്തു മേനോൻ, അതുകൊണ്ടാണ് ഒ ചന്തു മേനോൻ എന്ന് പറയുന്നത്. വാസ് ബോൺ ഇൻ ഒയ്യാരത്ത് ഹൗസ് നിയർ തലശ്ശേരി ഇൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റ്. കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ തലശ്ശേരിയിലാണ് ചന്തു മേനോൻ ജനിച്ചത്, ഒയ്യാരത്ത് എന്ന് പറഞ്ഞ വീട്ടിൽ. ആഫ്റ്റർ മെട്രിക്കുലേറ്റിംഗ് അറ്റ് ദ ഏജ് ഓഫ് 17, he joined as a clerk in Talasheri Court in 1867. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞിട്ട് ഒരു ക്ലർക്കിൻ്റെ ജോലി തുടങ്ങി തലശ്ശേരി കോടതിയിൽ 1867. He had worked under William Logan when the latter was working as sub-collector in Talasheri. ആ സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന വില്യം ലോഗൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ചന്തുമേനോൻ. He got promoted as മുൻസിഫ് and later as sub-judge. The British government honored him with the title of Rao Bahadur in 1898. At the age of 52, he succumbed to death owing to a cardiac arrest. അപ്പം നമ്മൾ ചന്തുമേനോനെ പറ്റി പറയുകയാണെങ്കിൽ ഒ ചന്തുമേനോൻ 1847 കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ തലശ്ശേരിക്കടുത്തുള്ള ഒയ്യാരത്ത് എന്ന വീട്ടിലാണ് ജനിച്ചത്. ഒരു ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം തലശ്ശേരിയിലേക്ക് മാറി. 17ാം വയസ്സിൽ മെട്രിക് പാസ്സായി. 1867 തലശ്ശേരി കോർട്ടിൽ ഒരു ക്ലർക്കായിട്ട് ജോയിൻ ചെയ്തു. തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന വില്യം ലോഗൻ്റെ കീഴിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ചന്തുമേനോൻ പിന്നീട് മുൻസിഫായി, സബ് ജഡ്ജിയായി. 1898 അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു പേരിനർഹനായി, റാവ് ബഹാദൂർ എന്ന പദവി അദ്ദേഹത്തിന് ബഹുമാനിക്കപ്പെട്ടു. 1899 അദ്ദേഹം ഹൃദയസ്തംഭനം മൂലം മരിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ചന്തുമേനോനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ, അദ്ദേഹത്തിൻ്റെ നോവലുകൾ, ആ കാര്യം ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പാർട്ട് ഫ്രം ഇന്ദുലേഖ, ദ ഫസ്റ്റ് ഫൈനസ്റ്റ് നോവൽ ഇൻ മലയാളം. അപ്പം ഇന്ദുലേഖയെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആദ്യത്തെ മലയാള നോവലാണ് ഇന്ദുലേഖ. അപ്പം മലയാളത്തിലുണ്ടായ ആദ്യത്തെ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇന്ദുലേഖയാണ്. ദ ഫസ്റ്റ് ഫൈനസ്റ്റ് നോവൽ ഇൻ മലയാളം. ഹി ഹാസ് സ്പെൻഡ് എ പാർട്ട് ഓഫ് ഹിസ് സെക്കൻഡ് നോവൽ ശാരദ വിച്ച് വാസ് പ്ലാൻ ഇൻ 3 parts. ഇപ്പോൾ ഇന്ദുലേഖ മാത്രമല്ല, വേറെയും പല നോവലുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. In the preface to Indulekha, Chandu Menon writes about the circumstances which led to the birth of the novel. ഈ നോവൽ എഴുതാൻ എന്താണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്, ആ കാര്യം അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. He began to translate English novels at the behest of his wife, who joined reading them, but soon he realized that much of the Western scenario may be inscrutable and unrelatable to the Malayali readership, and the better way to comply with his wife's request would be to author a novel on his own. ആദ്യ സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വൈഫിന്, ചന്തുമേനോൻ അദ്ദേഹത്തിൻ്റെ വൈഫിന് ഒരു ഇംഗ്ലീഷിലുള്ള സ്റ്റോറികളൊക്കെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കുമായിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ഭേദം മലയാളത്തിൽ തന്നെ നോവൽ എഴുതി എല്ലാ മലയാളികൾക്കും വായിക്കാൻ പറ്റിയ രീതിയിൽ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചു. ഇൻ ദ നോവൽ റാപ്ഡ് വിതിൻ ദ ലവ് സ്റ്റോറി ഓഫ് ഇന്ദുലേഖ ആൻഡ് മാധവൻ. ഈ കഥയിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ദുലേഖ എന്ന് എന്നാലുള്ള ഈ കഥൻ്റെ നായിക അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ക്യാരക്ടറാണ് ഇന്ദുലേഖ. പിന്നെ മാധവൻ നായകൻ.
അവർ തമ്മിലുള്ള സ്നേഹം. ചന്തുമേനോൻ espouses the importance of English education, argues for the need of changing the matrilineal family system prevalent in the Nair community, and makes a point regarding the immorality of sambandham, a non-legal but accepted form of marriage during the times. Chandumenon was part of the Malabar Marriage Commission, which was formed in 1891 by the government of Madras to explore the desirability of introducing changes in marriage, inheritance and family organization through legislation. According to Susi Tharu, Chandumenon's most significant contribution in this regard is the fictional world that he was able to establish in Indulekha. ഇത് നമ്മൾ തുടക്കത്തിൽ ചന്തുമേനോൻ്റെ ഇന്ദുലേഖയുടെ ഒരു തുടക്കം മാത്രമേ പറഞ്ഞുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് എഴുതാൻ, മലയാളത്തിൽ ഒരു നോവൽ എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മറ്റുള്ള മലയാളികൾക്കും ഒക്കെ വായിക്കാൻ പറ്റിയ രീതിയിൽ അന്നത്തെ സാമൂഹിക വ്യവസ്ഥകൾ എങ്ങനെയൊക്കെയായിരുന്നു അതെല്ലാം പഠിച്ചുകൊണ്ട് അദ്ദേഹം നോവൽ എഴുതാൻ തുടങ്ങി. ഇന്ദുലേഖ, who is an English educated young woman skilled in English pastimes like embroidering, painting and playing musical instruments, is in love with മാധവൻ. ഇതൊരു ലവ് സ്റ്റോറിയാണ്, ഒരു പ്രേമകഥയാണ്. അതിൽ ഇന്ദുലേഖ എന്ന് പറയുന്ന ആ സ്ത്രീ, പെൺകുട്ടി, അവൾ ആ കാലത്ത് ഇംഗ്ലീഷിൽ വിദ്യാഭ്യാസം നേടിയിരുന്നു, ഇംഗ്ലീഷ് അറിയാം. പിന്നെ മറ്റ് സാധാരണ പെൺകുട്ടികൾ പഠിക്കുന്ന പോലെയുള്ള എംബ്രോയ്ഡറിങ്, പെയിൻറ്റിങ്, പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യാനറിയാം. അവൾ മാധവൻ എന്നുള്ളൊരു ചെറുപ്പക്കാരനുമായിട്ട് സ്നേഹത്തിലായി. മാധവൻ എന്ന് പറയുന്ന ആൾ അൺഎഡ്യൂക്കേറ്റഡ് ആൻഡ് ഹാൻസം യങ് മാൻ ഇൻ ദ ഫാമിലി. അപ്പോൾ അവിടെ കുടുംബത്തിൽ തന്നെ ആണ് കല്യാണം നടക്കുന്നത് വെച്ചാൽ ഇപ്പം അച്ഛൻ്റെ പെങ്ങളുടെ മകനെ കല്യാണം കഴിക്കുക, അങ്ങനെ പെങ്ങളുടെ മകളെ കല്യാണം കഴിക്കുക, അങ്ങനെ റിലേറ്റീവ്സ് തമ്മിൽ കല്യാണം നടക്കുന്ന ഒരു സമയമായിരുന്നു അന്ന്. അപ്പോൾ മാധവനൊരു നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരനാണ്. ഇന്ദുലേഖയും അതുപോലെ തന്നെ സുന്ദരിയാണ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുണ്ട്. പിന്നെ മറ്റ് സ്ത്രീകൾ സാധാരണ അന്നൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന എംബ്രോയ്ഡറി, പെയിൻറ്റിങ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ അറിയാം. അപ്പോൾ ഇവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു കഥ. ദ ഫാമിലി നോസ് ആൻഡ് അപ്രൂവ്സ് ഓഫ് ദെയർ റിലേഷൻഷിപ്പ്. ഇത് ഫാമിലിയിലുള്ള എല്ലാവർക്കും അറിയാം. അവരത് അപ്രൂവ് ചെയ്യുകയും ചെയ്തു, അവർ സമ്മതിച്ചു, അവരുടെ മാരേജിന് വേണ്ടിയിട്ടുള്ള സമ്മതവും കിട്ടിയിട്ടുണ്ട്. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ നോവൽ, മാധവൻ ഈസ് സീൻ റിബല്ലിങ് എഗെയിൻസ്റ്റ് ദ ഡിസിഷൻ ഓഫ് പഞ്ചുമേനോൻ, ദ ഹെഡ് ഓഫ് ദ ഫാമിലി. അന്നൊക്കെ കുടുംബത്തിലെ ഒരു കാരണവർ എന്ന് പറയും. നമ്മുടെ മൺചിത്രത്താഴ് എന്നുള്ള സിനിമയിലൊക്കെ നമുക്ക് അറിയാം, അവിടെ ഒരു കാരണവർ ഉണ്ടായിരുന്നുള്ള നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവരുണ്ടാവും, അദ്ദേഹമാണ് പഞ്ചുമേനോൻ. അപ്പോൾ ഈ കാരണവരുടെ ഓരോ തീരുമാനങ്ങളാണ് ആ വീട്ടിൽ നടപ്പാക്കുന്നത്. റിഗാർഡിങ് ദ എഡ്യൂക്കേഷൻ ഓഫ് ചിന്നൻ, യങ് ബോയ് ഇൻ ദ ഫാമിലി. ഇപ്പം ആദ്യം ഒരു തർക്കം നടക്കുന്നുണ്ട്, തുടക്കത്തിൽ ഒരു തർക്കമാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ആ കുടുംബത്തിലെ ഏറ്റവും ഒരു ചെറിയ പയ്യനാണ്, ചെറിയൊരു കുട്ടിയാണ് ചിന്നൻ്റെ വിദ്യാഭ്യാസത്തിനെ ചൊല്ലിയുള്ള വിദ്യാഭ്യാസത്തിനെ കുറിച്ചുള്ള ഒരു സംഭാഷണമാണ് ആദ്യം അവിടെ നടക്കുന്നത്. ഇൻ ദ മെട്രിലിനിയൽ ഫാമിലി സിസ്റ്റം where descent and inheritance of property are traced through females, otherwise known in Kerala as Marumakatayam, the uncle wielded the power and the members of the family had to submit to his decision. ഇവിടെ ഒരു കാരണവരുണ്ടാവും എന്ന് പറഞ്ഞു. ആ കാരണവരാണ് തീരുമാനിക്കുന്നത് ആ വീട്ടിൽ എന്തൊക്കെ നടക്കണം. അപ്പം എല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങൾ എന്താണ്, എല്ലാവരുടെയും തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് കാരണവരെ അറിയിക്കും. കാരണവരാണത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഫൈനൽ ഡിസിഷൻ. സിൻസ് മാധവൻ quarrels with his uncle പഞ്ചുമേനോൻ, the uncle decides to marry ഇന്ദുലേഖ ഓഫ് ടു സൂര്യ നമ്പൂരിപ്പാട് ഇൻ എ ഫോം ഓഫ് സംബന്ധം. അപ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടായത് ഇന്ദുലേഖയും മാധവനും തമ്മിൽ സ്നേഹമാണ്. പക്ഷേ മാധവനും ഈ കാരണവരുമായിട്ട് ഒരു ചെറിയ കാര്യത്തിൽ വഴക്കുണ്ടാവുന്നു. കാരണവരുടെ പേരാണ് പഞ്ചുമേനോൻ. ആ വഴക്കിനെ ചൊല്ലി ഉണ്ടായ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇന്ദുലേഖയെ വേറൊരാൾക്ക് സംബന്ധം ചെയ്തു കൊടുക്കാൻ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട് ഇയാൾ തീരുമാനിക്കുന്നു.
Complication arise which are ultimately solved and the heroine and the hero are seen moving to Madras at the end of the novel. അവസാന ഭാഗം ക്ലൈമാക്സ് എന്ന് വെച്ചാൽ അത് നല്ലതായിട്ട് തന്നെ അവസാനിച്ചു. എന്ന് വെച്ചാൽ ഹീറോയിൻ ഇവിടെ ഹീറോയിനായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഇന്ദുലേഖയാണ്, ഹീറോ ആയിട്ട് നിൽക്കുന്ന മാധവനാണ്. അവർ രണ്ടുപേരും മദ്രാസിലേക്ക് ട്രെയിൻ കയറി പോകുന്നതാണ് അവസാന ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. തുടക്കം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചന്തുമേനോനെ പറ്റിയാണ് ആദ്യം പറഞ്ഞത്. ചന്തുമേനോനാണ് ഇന്ദുലേഖ എഴുതിയത്. ഇന്ദുലേഖ മലയാളത്തിലെ ആദ്യത്തെ നോവലാണ്. ഇത് ഒരു നാടക രൂപത്തിലാണ് നമ്മൾക്ക് ഫസ്റ്റിൽ കാണുന്നത്. ഒരു സ്കിറ്റ് പോലെയാണ് തോന്നുന്നത്. ആദ്യം തുടക്കത്തിൽ പേജ് നമ്പർ 42 ഛത്ര മേനോൻ. How on earth did you dare to speak so, Madhavan? No, you shouldn't have. You should have let him have his way. We don't have to yield to our elders and their authority. You spoke too rashly. ഇവിടെ എന്തോ ഒരു കാര്യം മാധവൻ തീരുമാനിക്കുന്നു. അപ്പം ഛത്ര മേനോൻ എന്ന് പറഞ്ഞ ആള് മാധവനെ അത് തടയുകയാണ്. അങ്ങനെ നീ പറയാൻ പാടില്ല, നിനക്കിങ്ങനെയൊന്നും റാഷായിട്ട് അല്ലെങ്കിൽ നീ പരുഷമായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല. അങ്ങനെ മാധവൻ, I don't think I was rash. Such foolishness should not be tolerated in anyone. He needn't educate Shinnan. ഇതിപ്പോൾ ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞു. പഞ്ചുമേനോൻ എന്ന് പറഞ്ഞ കാരണവരുടെയാണ് പ്രശ്നം. അദ്ദേഹം ചിന്നൻ എന്ന് പറഞ്ഞ ചെറിയ കുട്ടിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പം അതിന് എതിരായിട്ടാണ് മാധവൻ സംസാരിക്കുന്നത്. മാധവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാണ്, വളരെ സുന്ദരമനാണ് ഒക്കെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. If he doesn't want to, I am going to take Shinnan with me. I will give him an education. അപ്പോൾ ചിന്നൻ എന്ന് പറഞ്ഞാൽ ആ ചെറിയ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് ഈ കാരണവർക്ക് സമ്മതമല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ തന്നെ പഠിപ്പിച്ചോളാം. അപ്പോൾ കുമ്മിണിയമ്മ എന്നുള്ള ഒരു ക്യാരക്ടർ, കുമ്മിണിയമ്മ. നോ മൈ ഡിയർ, ഷിന്നൻ ഈസ് നോട്ട് ഓൾഡ് ഇനഫ് ടു ലീവ് എവേ ഫ്രം മീ. അപ്പം നിങ്ങൾ ഷിന്നനെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയി വിദ്യാഭ്യാസം കൊടുക്കാനെന്ന് വെച്ചാൽ അത് നടക്കില്ല, കാരണം അവൻ ചെറിയ കുട്ടിയാണ്. ടേക്ക് ഛാത്ര ഓർ ഗോപാലൻ ആൻഡ് എഡ്യൂക്കേറ്റ് ദം ഇഫ് യു മസ്റ്റ്. വേറെ 2 പേരുടെ പേരാണ് സജസ്റ്റ് ചെയ്യുന്നത്. അവരെ വേണേൽ കൊണ്ടുപോക്കോ, ഛാത്രയോ അല്ലെങ്കിൽ ഗോപാലനെ കൊണ്ടുപോക്കോ, അവർക്ക് കൊണ്ടുപോയിട്ട് വിദ്യാഭ്യാസം കൊടുത്തോളൂ. എനിവേ ദ കാർണവൻ ഈസ് നോ ലോങ്ങർ പ്ലീസ്ഡ് വിത്ത് യു. കാർണവൻ എന്ന് വെച്ചാൽ ഈ പഞ്ചുമേനോനെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണവർ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് സമ്മതിക്കുമെന്ന് വിചാരിക്കേണ്ട. ഹി മേ നെവർ ഹാവ് ലൈക്ഡ് ആസ് മച്ച് ബട്ട് ഹി യൂസ് ടു തിങ്ക് എ ഗ്രേറ്റ് ഡീൽ ഓഫ് യു. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡീലുണ്ടാവും. ഡീലെന്ന് വെച്ചാൽ ഈ ഇന്ദുലേഖയുടെ തന്നെ പ്രശ്നമാണ്. എല്ലാവർക്കും അറിയാം ഇന്ദുലേഖയും മാധവനുമായിട്ട് സ്നേഹമാണ്, അവരുടെ കല്യാണമെല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി ഇങ്ങനെ കാരണവരെ ദേഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കാരണവർ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. മാധവൻ, ട്രൂ, ബട്ട് ഹൗ സ്ട്രേഞ്ച് ഇറ്റ് വുഡ് ബി ടു ടേക്ക് ഛത്ര ജ്യേഷ്ഠൻ ആൻഡ് ഗോപാലൻ അറ്റ് ദിസ് പോയിന്റ് ഇൻ ദെയർ ലൈഫ്സ് ആൻഡ് സഡൻലി ഗീവ് ദം അൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. പക്ഷേ അതൊക്കെ കാര്യം ശരിയാണ്. പക്ഷെ ഞാനെങ്ങനെ ഇത്ര പെട്ടെന്ന് ഈ ഛത്ര ജ്യേഷ്ഠനെയും ഗോപാലിനെയൊക്കെ കൊണ്ടുപോയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുക? അതോ ഈ സമയത്ത് അവരുടെ ജീവിതത്തിൽ ഇംഗ്ലീഷിലേക്ക് അവരുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുക, അതും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് ലെസൺ കണ്ടിന്യൂ ചെയ്യാം.